ഇന്നും ബസ്സില്ലെന്നാ തോന്നുന്നത്. ഓട്ടോ തന്നെ പിടിച്ച് പോകേണ്ടി വരും. ഓട്ടോയൊന്നും കാണുന്നില്ലല്ലോ. എടേ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഉൾട്ടേ അത് കുത്തിക്കൊണ്ടിരിക്കുക. സമയം പോണ്ടേ. നീറയുന്നു സഖിനിയൻ ഋതുദേവതയാരികിൽ നിൽക്കേ. ആരുടെ പാട്ടാ അറിയുന്നില്ല, പക്ഷെ സംഭവം കൊള്ളാം. നമ്മുടെ ദാസേട്ടൻ അതേ ഒരു സാമ്യമുണ്ടല്ലേ? അതെ. വിരൽ ചാർത്തിയ ചന്ദനമോ ഒരു കൃഷ്ണ തുളസിതൻ നൈർമല്യമോ നീ ഒരു മയിൽ പീലിതൻ സൗന്ദര്യമോ. ഈ കാണുന്ന കക്ഷി തന്നെയല്ലേ അത്? സംശയം. ഓട്ടോ ആളില്ല. കണ്ട ഓട്ടോ ഇരിക്കുന്നത്. ഓക്കെ, അതെ, അത് കൊള്ളാമല്ലോ. ചോദിച്ചാലോ? അത് തന്നെയാണല്ലോ. പിന്നെ ഓട്ടോയിലങ്ങ് പോയാലോ? അതെ, എന്തായാലും ഓട്ടോ. വാ. ഓട്ടം പോവാം. അപ്പോൾ അപ്പോൾ ചേട്ടാ, ഈ വീഡിയോ ചേട്ടൻ പാടിയ പാട്ടാണോ? അതെ അതെ, ഞാൻ പാടിയത്. ചേട്ടാ പാട്ടുകാരനാ അപ്പോൾ അല്ലേ? ആ, പാട്ടുകാരനാണ്. ഞങ്ങളിത് അവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓട്ടോറിക്ഷ വന്ന് കണ്ടത്. ശരിക്കും ചേട്ടൻ പാട്ടുകാരനാണോ അതോ ഓട്ടോക്കാരനാണോ? ശരിക്കും ഓട്ടോക്കാരൻ പാട്ടുകാരൻ കൂടിയാണ്. പക്ഷെ ഇത് ഭയങ്കര വൈറലാണല്ലോ അതിനകത്ത്. അത് വർഷങ്ങൾക്ക് മുമ്പങ്ങാണ്ട് വീഡിയോ ചെയ്താണ്. എന്താന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ടല്ലോ. ആ, ഗാനമേളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ സീസണിലൊക്കെ പാണ്ഡവാസ് ഓർക്കസ്ട്രയിലാണ്. ഇവിടെ ദാസേട്ടൻ്റെ ശബ്ദമായിട്ട് ഭയങ്കര സാമ്യം തോന്നുന്നു. ആരും പറഞ്ഞിട്ടുണ്ടോ അത്? അത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പാട്ട് കേട്ടങ്ങ് പോവാം. ആ, തീർച്ചയായിട്ടും. ചേട്ടാ, അപ്പം നമുക്കൊരു പാട്ട് കേട്ടാലോ? ആ, തീർച്ചയായിട്ടും. പഴം തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി കവിളുകളോ കളവമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ യതരം. ചേട്ടാ, പാട്ട് സൂപ്പറായിരുന്നു. ചേട്ടാ, പാട്ട് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടില്ല. സംഗീതം പഠിച്ചിട്ടില്ല, കേട്ട് പഠിത്തമാണ് കൂടുതലും. ഈ ഗാനമേളയിൽ ഭയങ്കര സജീവമാണല്ലോ. അതെ. എത്ര വർഷമായിട്ടുണ്ട്? ഞാനൊരു 10 വർഷം ഗാനമേളയിൽ തന്നെ പാടുന്നത്. അതിനു മുമ്പേ ചെറിയ ചെറിയ സ്റ്റേജുകളിലൊക്കെ പാടാനൊക്കെ പോയി, കല്യാണ പ്രോഗ്രാമൊക്കെ പാടാൻ പോയാണ് ഗാനമേള വേദിയിലൊക്കെ വന്നത്. സിനിമകൾ, ആൽബം അങ്ങനെ എന്തെങ്കിലും പാടിയിട്ടുണ്ടോ? ആൽബം സോങ് പാടിയിട്ടുണ്ട്. ആൽബത്തിൽ പാടിയിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിനകത്ത് പാട്ട് പാടിയിട്ടുണ്ട്. ഒരു ഡിവോഷണൽ സോങ് ഒക്കെ. ചെറുപ്പം മുതലേ ദാസേട്ടൻ്റെ പാട്ടുകളോട് ഭയങ്കര നമുക്കൊരു ഇഷ്ടം തോന്നാനുള്ള കാരണം ഈ ഒരു നേരമെങ്കിലും കാണാതെ, അതേപോലെ ആണിവാകച്ചാത്തിൽ ഞാൻ ഉണർന്നു കണ്ണ മിഴിനീരിൻ കാളിന്തിയൊഴുകി കണ്ണ. ഈ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ മനസ്സ് പിടിച്ചിരുന്ന പോലെ ഒരു ഭക്തിയും ഭയവും എല്ലാം കൂടെ കൂടി ഒരു ഞങ്ങൾ സന്ധ്യാസമയത്തൊക്കെ അവിടെ കുളിക്കാൻ വരുന്നതും അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഏറ്റവും നടയടക്കുന്ന സമയവും ഹരിവരാസനം വിശ്വമോഹനം അതിൻ്റെ അവസാനത്തേക്ക് ദാസേട്ടൻ്റെ ഒരു ശ്ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ ഉരുകി പോകുന്ന പോലെ എന്തോ ഭയങ്കര സന്തോഷം. ഹരിവരാസനം വിശ്വമോഹനം ഹരിതരീശ്വരം ആരാധ്യപാദുകം. പരീക്ഷേ, കലാഭവൻ മണിച്ചേട്ടൻ ഓട്ടോറിക്ഷക്കാരനായിരുന്നു. നല്ല നാടൻ പാട്ട്, അഭിനയം എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു. അപ്പം രമേശ് ചേട്ടൻ നല്ല മണിച്ചേട്ടനെ കൊണ്ട് ഒരുപാട് ആരാധകനുള്ള ഒരു ഗായകനായിട്ട് മാറട്ടെ. നല്ല യാത്രയായിരുന്നു, പാട്ട് യാത്രയായിരുന്നു. താങ്ക് യു. പ്രിയേഷ് ചന്ദ്രനും സച്ചിൻ സജിക്കുമൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.